നമസ്തേ. 10-ാം 11-ാമത്തെ ഫലങ്ങളാണ് പറയുന്നത്. അശ്വതി ഭരണി കാർത്തിക നല്ല സമയമാണ്. ബന്ധു സമാഗമം, ജോലിക്ക് പോകുന്നെങ്കിൽ പുതിയ ജോലിക്ക് ഇൻ്റർവ്യൂ അതിന് ഗുണകരമാണ്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ഗുണകരമാണ്. ഹൃദയബന്ധമുള്ളവർക്ക് വിവാഹം നടക്കാം. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരല്പം ഹാർഡ് വർക്ക് ചെയ്യാൻ റാങ്കിന് അനുസരിച്ചുള്ള മാർക്ക് കിട്ടും, ഒരു സംശയമില്ല. രോഹിണി മകയിരം തിരുവാതിരയാണ്. ഇവർക്ക് ഭാഗ്യം വന്നും പോയും ഇരിക്കുകയാണ്. കഠിനാധ്വാനികളാണ്. ഏത് തീരുമാനം എടുത്താലും അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അതെന്ത് തന്നെയാലും നല്ലതാണ്. ആ തരത്തിലുള്ള പേരും കീഴിൽ നോക്കാതെയുള്ള പെരുമാറുന്നവരല്ല ഇവർ. രോഹിണിയായാലും മകയിരമായാലും അങ്ങനെയാണ്. ഇതിന് ശേഷമുള്ള അതായത് 10-15 തീയതികൾക്ക് ശേഷം വളരെ ഗംഭീരമായ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. പിന്നീട് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ കാര്യം ഇവർക്ക് കിട്ടാവുന്ന വസ്തുഭാഗിച്ച് കിട്ടാവുന്നത് കിട്ടുമെന്നുള്ളതാണ്. പഠിക്കുന്നവർക്ക്, ജോലി നേടുന്നവർക്കും ശുഭകാലമാണ്. അടുത്തത് മകയിരം തിരുവാതിര പുണർദം മിഥുനക്കൂറാണ്. മിഥുനക്കൂറിലുള്ളവർക്ക് യഥാർത്ഥമായി അവരെന്ത് ആഗ്രഹിച്ചാലും അവരുടെ മുന്നിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് രാശിയാണ് ഉഭയരാശി. അവരുടെ ഗുണകരമാണ്. തിരുവാതിരയ്ക്ക് ചില പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. അത് അവരൊന്നും കൂടി 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി. പുണർദത്തിന് അപ്രകാരമില്ല, മുന്നേറ്റമാണ്. ഈ 3 പേർക്കും മുന്നേറ്റമുള്ള സമയമാണ്. പിന്നെ ഉള്ളത് കർക്കിടകക്കൂറിലെ പുണർദം പൂയ ആയില്യമാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ കാലാവധി വരുന്നുണ്ട്. ഭാഗ്യം എന്ന് പറയുമ്പോൾ ലോട്ടറി മാത്രമല്ല, വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ നടക്കുക, ജോലി കിട്ടുക, വിവാഹം നടക്കുക, ഇതൊക്കെ ഇതാണ്. പക്ഷേ ഇതിന് എല്ലാത്തിനും പ്രായഭേദമന്യേ എല്ലാവർക്കും ഇതിന് ചെയ്യേണ്ടത് ശാസ്താവിനെ ഭജിക്കുകയാണ്. ശാസ്താവിനെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, എള്ളപായസം കൊടുക്കുക, ഇതൊക്കെ വളരെ നന്നായി ഗുണകരമായിരിക്കും, സംശയമില്ല. അടുത്തത് മഹാപൂരപുത്രമാണ്, ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറ് എന്തായാലും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, പെൻഡിങ്ങിലുള്ള പല കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ ഭാഗ്യമാണല്ലോ അത്. വിചാരിച്ചിരുന്ന കാര്യം തീർച്ചയായും നടന്നു കിട്ടും. പരീക്ഷാവിജയം, വിവാഹം, ഭൂമിലാഭം, വസ്ത്രലാഭം, സ്വർണ്ണലാഭമൊക്കെ കാണുന്നുണ്ട്. എന്നാലും കഠിനാധ്വാനം ആവശ്യമാണ്. ഈ 3 പേരുടെയും പ്രധാന കാര്യം കോപം കുറയ്ക്കുക, അതാവശ്യമാണ്. അടുത്ത കന്യാക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര ഇവരെല്ലാം സൗന്ദര്യബോധമുള്ളവരും ഹസനക്കാരുമാണ്. കണക്ക് സൂക്ഷിക്കുന്നവരാണ് ഈ ഉത്രംകാർ. അപ്പം അതുകൊണ്ടും നല്ല ഗുണഗണങ്ങൾ ഉണ്ടാകാം. ഏത് തരത്തിലായാലും കന്യാക്കൂറും ഉഭയരാശിയാണ്. ഒരു നിക്കമൊക്കെയുള്ളവരാണ്. അതുകൊണ്ട് വിജയത്തിൽ എത്തിച്ചേരും.